ഹേ ഗായ്സ്, ആലപ്പുഴ വ്ളോഗിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് വൺ ഡേ ആലപ്പുഴ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം, അതേപോലെ ആലപ്പുഴ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് നല്ലത് എന്നുള്ള മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽ വിവരമാണ്. സോ ആലപ്പുഴ ട്രിപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു ആലപ്പുഴ ബോട്ട് റൈഡാണ്. ബോട്ട് റൈഡ് പോകാൻ ഫസ്റ്റ് KSRTC ബസ് സ്റ്റാൻഡിൽ വരും. അപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ വലതുവശത്തൊരു റോഡുണ്ട്. ആ റോഡ് നടന്നു വരുമ്പോൾ ഇതേപോലെ കുറേ ബോട്ട് നിർത്തിയിടുന്ന സ്ഥലമുണ്ടാവും. ആ ബോട്ട് നിർത്തിയിടുന്ന സ്ഥലമാണ് ആലപ്പുഴ ബോട്ട് ജെട്ടി. അപ്പോൾ ഈ കാണുന്നതാണ് വേഗ ബോട്ട്. ഇത് ടൂറിസ്റ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസ്റ്റ് ബോട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ബോട്ട് റൈഡൊക്കെ പോകണമെങ്കിൽ കയറേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മേൽപ്പാലമുണ്ട് അപ്പുറത്തെ ഈ കായലിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ ആ മേൽപ്പാലം കയറി അവിടുത്തെ മുകളിലത്തെ വ്യൂ നോക്കേണ്ടിയിട്ടാണ് കയറുന്നത്. അപ്പോൾ അവിടുത്തെ മുകളിലത്തെ വ്യൂ എങ്ങനെയാണെന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഒരു പക്ഷിയൊക്കെ ഉണ്ട്. പക്ഷിനെ സൂം ചെയ്ത് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഈ മുകളിലത്തെ വ്യൂ ഇതാണ്. ഫുള്ള് ചുറ്റിലും സൈഡിലായിട്ട് ഹൗസ് ബോട്ടുകൾ മൊത്തം നിർത്തിയിട്ടില്ല. ഇതാണ് വ്യൂ. അപ്പോൾ ഇതാണ് ഈ മേൽപ്പാലത്തിൻ്റെ മുകളിലത്തെ വ്യൂ. അത് കഴിഞ്ഞ് അപ്പുറം പോയി അപ്പുറത്തെ കൂടി ഒന്ന് ജസ്റ്റ് നടന്നു നോക്കി അപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് ഒരു സർക്കാർ ബോട്ട് കാണാം. ഇതാണ് പാസഞ്ചർ ബോട്ട്. അപ്പോൾ ഈ ബോട്ടാണ് ആലപ്പുഴയുടെ ജീവനാടി. സോ ആലപ്പുഴയിലെ ആൾക്കാർ സ്കൂളിലും പിന്നെ ഓഫീസിലുമൊക്കെ പോകുന്നത് ഇതേപോലത്തെ ബോട്ടിലാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞത് 50% കരേനേക്കാളും കൂടുതൽ വെള്ളമാണ് അവിടെ ഉള്ളത്. അപ്പോൾ 60% അവിടെ കായലുകളാണ്. ആകെ 40%-ത്തോളമായ ലാൻഡ് ഏരിയ ഉള്ളൂ. അപ്പോൾ ആ ലാൻഡ് കായലിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നത് ബോട്ടിലെ കൂടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ റോട്ടിലെ കൂടിയൊന്നുമല്ല. അപ്പോൾ ഇത് സർക്കാർ ബോട്ടാണ്, പാസഞ്ചർ ബോട്ട്. ആ പാസഞ്ചർ ബോട്ടിൽ കുട്ടികളൊക്കെ കാണാം, സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കയറുന്നത് കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട്. ഇത് ഒരു ടൂറിസ്റ്റ് ബോട്ടാണ്. സോ ഈ ബോട്ടിൻ്റെ പേര് സീ കുട്ടനാടെന്നാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഉള്ളിലത്തെ കാഴ്ചകളാണിത്. ഇൻറ്റീരിയർ കാഴ്ചയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ബാൽക്കണിയുണ്ട്. ആ ബാൽക്കണി അവിടെ നിന്നാണ് ഫുഡൊക്കെ വിളമ്പുന്നത്. പിന്നെ കൈയൊക്കെ കഴുകേണ്ട സ്ഥലമാണത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിൽ അപ്പർ ഡെക്ക്. അപ്പോൾ അപ്പർ ഡെക്കിലെ കാഴ്ചയാണിത്. അപ്പർ ഡെക്കിന് ഉള്ള നല്ല വ്യൂ ഒക്കെ ഉള്ള ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന സെറ്റപ്പുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് വ്യൂ എല്ലാം കാണാം. അതേപോലെ എല്ലാ സ്ഥലത്തും ഗ്ലാസ് വെച്ചിട്ടുള്ള വ്യൂ, പുറത്തെ വ്യൂ കാണാം. മുകളിലത്തെ അപ്പർ ഡെക്കാണ് പിന്നെയും താഴത്തേനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ നല്ലത്. താഴത്തെ ഡെക്കിനേക്കാളും നമുക്ക് കാണാൻ വ്യൂ ഒക്കെ കിട്ടുന്നത് അപ്പർ ഡെക്കിലാണ്. ഇത് അപ്പർ ഡെക്കിലെ ഒരു ബാൽക്കണി ഏരിയ ആണ്, വലിയ വിശാലമായ ഏരിയ ആണ്. ഇവിടെ നിന്നിട്ടും കാണാം. അപ്പോൾ ഒരു വെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുന്നത് 11 മണിക്കാണ്. അപ്പോൾ നമ്മളിത് ഒരു നമ്പറുണ്ട്, ആ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഒരാഴ്ച മുൻകൂട്ടി അങ്ങ് ബുക്ക് ചെയ്താൽ നമുക്ക് അവൈലബിളായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് 10 മണിക്ക് വരാൻ പറയും. 10 മണിക്ക് എന്ന് പറയുമ്പോൾ അത് 10:30 വന്നാൽ മതി. 10:30 വന്നിട്ട് അവർ ടിക്കറ്റൊക്കെ എടുക്കും. ടിക്കറ്റൊക്കെ എടുത്ത് അന്നേരമാണ് പേ ചെയ്യേണ്ടത്. ക്യാഷായിട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത്. ടിക്കറ്റ് എടുക്കുമ്പോൾ ക്യാഷായിട്ടേ പൈസ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഷിക്കാര എന്ന് പറഞ്ഞ ബോട്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ കൈവരികളായ ചെറിയ കായലിലെ കൂടി പോകണമെങ്കിൽ ഷിക്കാര പോലത്തെ ബോട്ടിനെ ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ ഷിക്കാരക്ക് ഒരു ദിവസത്തെ ചാർജ് വരുന്നത് 1600 ആ റേഞ്ചാണ്. 1600 അതിൻ്റെ മുകളിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റൊരു ദിവസം ചെറിയ വഴികളിലെ കൂടിയൊക്കെ ആസ്വദിച്ച് അതിൻ്റെ കായൽ മൊത്തം ആലപ്പുഴ മൊത്തം കാണണമെങ്കിൽ ഷിക്കാര ഒക്കെ ബുക്കാക്കാം. സോ ഇവിടെ തന്നെ ഈ ബോട്ട് ചെടി വന്നാൽ തന്നെ കുറേ ഷിക്കാരകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് സ്പോട്ടിൽ ബുക്കാക്കാം ഷിക്കാരകൾ. സോ ഷിക്കാര മോസ്റ്റ്ലി ഹൗസ് ബോട്ടിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഷിക്കാര. ചെറിയ എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 5-6 ആൾക്ക് ആലപ്പുഴ ജസ്റ്റ് കറങ്ങണമെങ്കിൽ ഷിക്കാരയാണ് നല്ലത്. നിങ്ങൾ സ്റ്റേ ഓപ്ഷനൊക്കെ നോക്കുന്നതെങ്കിൽ ഹൗസ് ബോട്ട് നോക്കേണ്ടി വരും. ഹൗസ് ബോട്ടിന് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് തന്നെ ഒരു 10,000-ന് മുകളിലാണ്.
അപ്പോൾ ആൾക്കാരുടെ എണ്ണം അനുസരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റും കൂടുന്നതായിരിക്കും. 10,000 2 പേർക്കൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറേ ഔട്ട് സ്പോട്ടുകളും കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുൻകൂട്ടി ഒന്നെങ്കിൽ ഓൺലൈനൊക്കെ നോക്കി ബുക്ക് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തന്നെ ഡയറക്റ്റ് ഹൗസ് ബോട്ടുകളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്കൊരു നെഹ്റുവിൻ്റെ പ്രതിമ കാണാം. ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളീൻ്റെ ഒരു സ്റ്റാർട്ടിങ് പവലിയൻ പോയിൻ്റാണ്. സോ ഇവിടെ നിന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നത്, വള്ളംകളിയുടെ ബോട്ട് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബോട്ട് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് പവലിയനാണത്. സോ നമ്മളെ ബോട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ബോട്ട് എടുത്തിട്ട് നമുക്ക് കായലിൻ്റെ കൂടി കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ തുടങ്ങി ബോട്ട്. സോ അപ്പോൾ നമ്മൾ ബോട്ട് എടുക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ കുറേ ഹൗസ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ട് കാണാൻ പറ്റും നമുക്ക്. സോ നമ്മൾ ഈ ബോട്ട് യാത്ര എന്ന് വെച്ചാൽ 56 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. സോ 56 കിലോമീറ്റർ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ പാതിരാമണൽ ദ്വീപിലേക്കാണ് നമ്മളുടെ ബോട്ടിൻ്റെ സഞ്ചാരം. സോ പാതിരാമണൽ ദ്വീപിലേക്ക് എത്താൻ ഏകദേശം പകുതിയോളം ഡിസ്റ്റൻസ് ഉണ്ട്. സോ 56 എന്ന് പറയുമ്പോൾ 27 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കും. അപ്പോൾ അതിനെ സഞ്ചരിക്കുന്നതിന് ചുറ്റും നമുക്ക് ആലപ്പുഴേൻ്റെ ഹൗസ് ബോട്ടുകൾ മൊത്തം കാണാൻ പറ്റും. പോകുന്ന വഴി ഹൗസ് ബോട്ടിൻ്റെ റൂട്ടാണത്. നമ്മൾ പോകുന്ന റൂട്ട് ഹൗസ് ബോട്ടിൻ്റെയും റൂട്ടാണ്. സോ നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ സെയിം റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. സോ ഇതിവിടെ കയാക്കിങ്ങിൻ്റെയൊക്കെ ഒരു ടീമിനെ കാണാം. സോ ഇവിടെ കയാക്കിങ് സെറ്റപ്പും ഉണ്ട്. കയാക്കിങ്ങൊക്കെ ഇങ്ങനെയൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാം. ചില ഹൗസ് ബോട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പാക്കേജുകളിലും കയാക്കിങ് അവൈലബിൾ ആണ്. സോ അങ്ങനെയാണ് നമ്മളെ യാത്ര ഇങ്ങനെ പോകുന്നത്. സോ ഈ വേഗ ബോട്ടും അല്ലെങ്കിൽ സീക്കൂട്ടനാടും ഒപ്പരമാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വേഗ ബോട്ടാണ് ആദ്യം പുറപ്പെടുക, സീക്കൂട്ടനാട് അതിന് ശേഷം. സോ ഇത് പോകുന്നത് പുന്നമട കായലിലെ കൂടി പോകും, പിന്നെ വേമ്പനാട് കായൽ, പിന്നെ പാതിരാമണൽ ദ്വീപ്, പിന്നെ കുട്ടനാട്, പിന്നെ ആലപ്പുഴയിലെ ഏകദേശം ബാക്കിയുള്ള സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അതിലെ കൂടിയൊക്കെയാണ് യാത്ര. ഇതിൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് പമ്പയുടെ കുട്ടനാട് കായലിലേക്കുള്ള പ്രവേശന സ്ഥലം കാണാൻ പറ്റും. അതേപോലെ വേമ്പനാട് ലേക്കിൻ്റെ ഏറ്റവും വിഡ്ത്ത് കൂടിയ സ്ഥലം, അല്ലെങ്കിൽ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിലെ ഏറ്റവും വിഡ്ത്ത് കൂടിയ സ്ഥലമൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രൈവിംഗ് ഏരിയ ആണ്. ഇത് താഴത്തെ ലോവർ ഡെക്കിൽ വരുന്നതാണ്. അപ്പോൾ ഡ്രൈവറും അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. വളരെ എന്താ പറയുക, അവർ തന്നെ നമ്മളെ എൻ്റർടൈൻമെൻ്റ് ആക്കുന്നുണ്ട്, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. സോ അവർ ഹയർ ലെവലിൽ ട്രെയിൻഡ് ആയ ആൾക്കാരാണ്. എല്ലാവരും നല്ലവരാണ്. അവിടെ തന്നെ എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഭയങ്കര പാട്ട് പാടലും ഇതൊക്കെ ആയിട്ട്. ഈ ദൂരെ കാണുന്നതാണ് പാതിരാമണൽ ഐലൻഡ്. സോ അവിടത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ അവിടത്തേക്ക് ഇനിയും കുറേ കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ബോട്ടുകളുടെ സിഗ്നൽ. ബോട്ടുകൾ നാഷണൽ ഹൈവേൻ്റെ ഒരു പാർട്ടാണത്. അപ്പോൾ അതാണ് ബോട്ടുകൾക്ക് രാത്രിയൊക്കെ സിഗ്നൽ നൽകുന്ന ഒരു സാധനമാണത്. സോ രാത്രിയാകുമ്പോൾ അത് കത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ ബോട്ടുകൾക്ക് ഇതാണ് പോകേണ്ട വഴി എന്നുള്ള സിഗ്നലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്. എല്ലാ നാഷണൽ വാട്ടർ വേസിലും അതുണ്ടാവും. സോ അതുവരെ കാണുന്നതാണ് വേഗ ബോട്ട്. സോ 2 ബോട്ടും കൂടി പാതിരാമണൽ ദ്വീപിലേക്ക് അടുക്കുകയാണ്. സോ പാതിരാമണൽ ദ്വീപ് എന്ന ഒരു പക്ഷികളുടെ ഒരു മെയിൻ ദ്വീപാണ്. പക്ഷേ ഈ ദ്വീപ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചളിയും ചതുപ്പും ഒക്കെ അടിഞ്ഞുകൂടി അതിൻ്റെ മുകളിൽ കുറച്ച് മരങ്ങളൊക്കെയായി അങ്ങനെ കാലാകാലങ്ങളായി രൂപപ്പെട്ടൊരു ദ്വീപാണിത്. കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ചളിയും ചതുപ്പും ഒക്കെ അടിഞ്ഞ് അതിൽ മരങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ രൂപപ്പെട്ട ദ്വീപാണ്. അങ്ങനെ നമ്മൾ ദ്വീപിലെത്തിയിരിക്കുന്നു. സോ ദ്വീപിൽ ബോട്ട് 2 പാർക്ക് ചെയ്ത് നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മൾ പുറത്തിറങ്ങണം. സോ ഈ ദ്വീപിൽ നമുക്കൊരു അരമണിക്കൂർ ടൈമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. അതേപോലെ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ തരും. അപ്പോൾ ഈ ദ്വീപിൽ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. സോ ഇത്
പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴയിലെ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറാണ്. സോ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 50 രൂപയാണ്. സോ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ദ്വീപിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഈ ദ്വീപിനെ പറ്റിയുള്ള വിവരണമൊക്കെ നമുക്കിവിടെ ആക്കാം. ഇവിടെ എന്തൊക്കെ പാടില്ല എന്ന്, അതേപോലെ പേ ഒക്കെ ഉണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വലിച്ചെറിയാനൊക്കെ. ഈ ദ്വീപിലെ മെയിൻ അട്രാക്ഷനാണ് ഈ കാണുന്ന ഏറുമാടം. സോ ഈ ഏറുമാടത്ത് കയറിയിട്ട് വേണം, കയറിയാലുള്ള കാഴ്ചകളാണിത്. ഈ ഏറുമാടത്തിൽ കയറിയാൽ നമുക്ക് കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് ദ്വീപിലെ കൂടി നേരെ നടന്നാൽ ഇവിടെ തന്നെ നമുക്ക് കഴിക്കേണ്ട അത്യാവശ്യം ഭക്ഷണങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ, വെള്ളവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കുലുക്കി സർബത്തും കാര്യങ്ങളൊക്കെ കുടിക്കാവുന്നതാണ്. അതേപോലെ ബോട്ടിലും നമുക്ക് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഐസ്ക്രീമും പിന്നെ ലേസും അതേപോലത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഫുഡിന് എക്സ്ട്രാ പൈസയുണ്ട്. ഫുഡ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കണം. ഫുഡിന് വരുന്നത് 100 രൂപയാണ്. അതേപോലെ മീനും കാര്യങ്ങളുണ്ട്. മീനിനും റേറ്റ് വരുന്നത് 100 രൂപയാണ്. മീനായിട്ട് നമുക്ക് കിട്ടുന്നത് ഫിലോപ്പിയ അല്ലെങ്കിൽ കക്ക ഇറച്ചി. അങ്ങനെ ഈ ദ്വീപിൽ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ദ്വീപിൻ്റെ എൻഡിലെത്തും. നടന്നു പോകുന്ന വഴിയൊക്കെ നല്ല കാടുകളാൽ ചുറ്റപ്പെട്ട് നല്ല പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നല്ല രസമാണ് നടന്നു പോകാനൊക്കെ. എല്ലാ ആൾക്കാരും ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. അങ്ങനെ ഇവിടെ ദ്വീപിലൊരു അമ്പലമുണ്ട്. ചെറിയൊരു അമ്പലം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാലിൽ നമുക്ക് കാണാം. പിന്നെ ആ ഊഞ്ഞാലിൻ്റെ ഇടയിലെ കൂടെയുള്ളൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ് ഇങ്ങനെ ഊഞ്ഞാലിൽ ആടി ഫോട്ടോ ഒക്കെ എടുക്കാൻ. സോ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാക്കാം. നല്ല വ്യൂ ആണിത്. അവിടെ ഒരു ചെടിയൊക്കെ ഉണ്ട് കായലിൻ്റെ അടിയിലേക്ക്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലും അതേപോലെ ഓരോ ഐറ്റംസ് ആയിട്ടുള്ള ഒരു പാർക്കൊക്കെ ഉണ്ട്. സോ കുട്ടികളുടെ പാർക്കിലേക്കാണ് പോകുന്ന വഴിയാണിത്. അവിടെ തന്നെ നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പിൽ നിന്ന് വെള്ളവും അതേ സ്നാക്സൊക്കെ വേണമെങ്കിൽ നമുക്ക് മേടിച്ച് കഴിക്കാവുന്നതാണ്. നമ്മൾ വേസ്റ്റൊക്കെ അതിൻ്റേതായ വേസ്റ്റ് ബോക്സ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ടോയ്ലറ്റ് സൗകര്യവും ഉണ്ട്. സോ എന്തുകൊണ്ടും എല്ലാം ഫ്രണ്ട്ലിയാണ്. വേസ്റ്റൊന്നും ഒരിക്കലും പുറത്ത് വലിച്ചെറിയാൻ പാടില്ല. വേസ്റ്റൊക്കെ കൃത്യമായ സ്ഥലത്തിടണം. അത് കഴിഞ്ഞ് കുട്ടികളെ പാർക്കൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബോട്ടിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി അവിടെ ഒരു ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. ഇങ്ങനെ കായൽ നോക്കി ഇരിക്കാൻ പറ്റുന്ന നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഒരു സമാധാനപരമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കവിടെ ഇരുന്ന് ഇവിടുത്തെ കായലിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാവുന്നതാണ് കുറേ സമയം. സോ അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് അവിടെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് ഫുഡിന് കിട്ടിയത് ചോറും വറവും അച്ചാറും പിന്നെ മീൻ കറിയും പിന്നെ ഒരു സാധാ പരിപ്പ് കറികളുടെ കറിയും പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തായിരുന്നു. ഫിഷ് ഫ്രൈയും കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. പാതിരാമണൽ ദ്വീപിനെ വിട്ട് നേരെ തിരിച്ച് യാത്രയാണ്. പോകുന്ന വഴി വെമ്പനാട് കായൽ വഴിയൊക്കെയാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ കുട്ടനാട് വഴിയാണ് വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. ലക്ഷറി റിസോർട്ടുകളും ആലപ്പുഴയിലെ വലിയ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഓരോ ദിവസവും 10,000-ഓളം സഞ്ചാരികളാണ് ആലപ്പുഴയിൽ വരുന്നത്. അപ്പോൾ അത്രയും ഹൗസ് ബോട്ടുകളുമുണ്ട്. അപ്പോൾ അത്രയും സഞ്ചാരികൾ ഒരു വർഷം തന്നെ എത്രയോ ലക്ഷത്തിലധികം സഞ്ചാരികൾ ആലപ്പുഴയുണ്ട്, ആഭ്യന്തര വിദേശ സഞ്ചാരികളായിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ കേക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ഒരു വലിയ ഡെസ്റ്റിനേഷനാണ് ഈ ആലപ്പുഴ. നമ്മൾ ഈ ബോട്ടിൽ പോകുന്ന തന്നെ കുറേ പക്ഷികൾ പറക്കുന്നതുമായിട്ടും അങ്ങനെ പല നല്ല വിഷ്വൽസാണ്. നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള
ഒരു സ്ഥലമാണ്. അപ്പോൾ കുട്ടനാട് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ ബ്യൂട്ടിയാണ്. ഇതേപോലെ സ്പീഡ് ബോട്ടൊക്കെ കാണാം. അത് ചില ഹൗസ് ബോട്ടിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് സ്പീഡ് ബോട്ടും അവർ പ്രൊവൈഡ് ചെയ്യും. സ്പീഡ് ബോട്ടിലൊക്കെ ആടിയോടെയും കറങ്ങേണ്ട ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഓരോരോ വലിയ വലിയ വൻകിട റിസോർട്ടുകളാണ്. വൻകിട റിസോർട്ടുകൾ ഒക്കെയുണ്ട് ഈ ആലപ്പുഴ കുട്ടനാടിൻ്റെ തീരങ്ങളിൽ. സോ കുട്ടനാടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് കുട്ടനാട്. കുട്ടനാടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുട്ടനാട്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കര താഴെയും വെള്ളവും മുകളിലുമായിരിക്കും. അതുവരെ ബണ്ട് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വെള്ളം നെൽപ്പാടങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ബണ്ട് കെട്ടി സംരക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുട്ടനാടിലെ ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമാണിത്. കുട്ടനാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണിത്. അതേപോലെ അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഈ നേരെ പോയാൽ ആലപ്പുഴയും, ഇതിൽ നിന്ന് വേറൊരു വഴിയുണ്ട് അതിൻ്റെ അപ്പുറമുള്ളൊരു വഴി. അപ്പുറത്തെ വഴി കൂടി പോയി കഴിഞ്ഞാൽ കോട്ടയമാണ് എത്തുക. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആലപ്പുഴ പോകണമെങ്കിൽ നേരെ പോകണം. അപ്പോൾ അങ്ങനെ 2 വഴികളുണ്ട്. ഈ വഴി പോയാൽ കൊല്ലവും, നേരെ പോയാൽ ആലപ്പുഴ, മറ്റേ വഴി പോയാൽ ആലപ്പുഴയാണ് എത്തുക. അങ്ങനെ ഒരു 2 ഈ ജംഗ്ഷനിലുണ്ട്. ഈ ജംഗ്ഷനിൽ നമ്മൾ ആലപ്പുഴ പോകേണ്ട വഴിയിലേക്ക് കൂടി പോയിട്ട് കുട്ടനാട്ടിലേക്ക് കൂടിയാണ് പോകുന്നത്. കുട്ടനാട്ടിലെ കൃഷി രീതികളെന്ന് പറഞ്ഞത് നമ്മൾ ജസ്റ്റ് കാണേണ്ട ഒരു കൃഷി രീതി തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതേപോലത്തെ കൃഷി ചെയ്ത് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചരിത്രമൊക്കെ ഇവർ ഈ ബോട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ചരിത്രം എങ്ങനെയാണ് ഈ കൃഷി ഇവിടെ വന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് തിരുവിതാംകൂർ രാജാവാണ് ഇവിടെ കൃഷി ഇറക്കിയത് കുട്ടനാടിൽ. കായൽ നികത്തിയിട്ടാണ്, ഇതൊക്കെ കായലായിരുന്നു ഈ കൃഷി ഭൂമിയൊക്കെ. ആ കായൽ നികത്തിയിട്ടാണ് ഇവർ കൃഷിഭൂമി ഉണ്ടാക്കിയെടുത്തത്. പണ്ട് തിരുവിതാംകൂറിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ, നെല്ലിൻ്റെ ഒരു ക്ഷാമം നേരിട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ രാജാവിൻ്റെ മുമ്പിൽ ആരോ വെച്ചത്. അങ്ങനെയാണ് ഈ കൃഷിഭൂമിയൊക്കെ ഉണ്ടായത്. ഇങ്ങനത്തെ ചരിത്രമൊക്കെ ഈ ബോട്ടിൽ നിന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ക്രൂ അങ്ങനത്തോളം പേര് മൈക്കിലൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് ചെയ്ത് ഇവർക്ക് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഈ ട്രിപ്പുടനീളം. അപ്പോൾ നിങ്ങൾ ഈ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഒറ്റ ദിവസം കൊണ്ട് ആലപ്പുഴയിൽ 56, ഇത് പല സിനിമകളിലൊക്കെ വന്നൊരു പള്ളിയാണിത്. പല സിനിമകളിലും ഈ പള്ളി ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഈമ ഒഴിവോ അങ്ങനെ പല സിനിമകളിലും. അപ്പോൾ ഈ റൈഡിങ്ങൾ എടുക്കേണ്ട ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഫോം വിളിച്ച് ബുക്ക് ചെയ്യുകയാണ് വേണ്ടത്. സീ കുട്ടനാടിന് റേറ്റ് വരുന്നത് ലോവർ ഡെക്കിന് 400 രൂപയും അപ്പർ ഡെക്കിന് 500 രൂപയാണ്. അതേപോലെ വെഗാ ബോട്ടിന് റേറ്റ് വരുന്നത് നോൺ എ സിക്ക് 400ഉം എ സിക്ക് 600 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച മുൻകൂട്ടിയെങ്കിലും ബുക്ക് ചെയ്താലേ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മങ്ങനെ അത് ബോട്ട് തിരിച്ച് എത്തി. ഞങ്ങൾ അങ്ങനെ ആലപ്പുഴ ബീച്ചിൽ പോയി സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ബീച്ചിൽ തന്നെ നമുക്ക് കുറേ ഫുഡ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിൽ നമുക്ക് ഉപ്പിലിട്ടത് തിന്നാനും അങ്ങനെ ഉപ്പിലിട്ട പല ഐറ്റംസ് അവൈലബിളായ ഷോപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ